സ്വാഗതം. ഇന്ന് നമ്മൾ സ്നേഹത്തോടെയുള്ള സഹായം എന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നോക്കുന്നത്. പ്രത്യേകിച്ചും സ്നേഹസ്പർശം എന്നൊരു ഭാഗം. അതെ, ദയ, മറ്റുള്ളവരെ സഹായിക്കൽ, സ്നേഹം, കരുതൽ, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം പറയുന്ന ചില ആശയങ്ങൾ. നമ്മളിവിടെ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെടുത്ത് നിങ്ങൾക്കിത് ലളിതമായിട്ടൊന്ന് പറഞ്ഞു തരാനാണ്. ശരി. അപ്പോൾ ആദ്യം തന്നെ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വിവരണം നമ്മുടെ കയ്യിലുണ്ട്. ഓട്ടോ മത്സരത്തിന്റെ. അതെ, കുട്ടികൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു. അതിലൊരാൾ വീഴുന്നു. ഉടനെ മറ്റൊരാൾ ആ ഓട്ടം നിർത്തിയിട്ട് ആ വീണ കുട്ടിയെ സഹായിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ ഓട്ടം തുടരുന്നുമുണ്ട്. അതെ, അവരത് ശ്രദ്ധിക്കുന്നേയില്ല. വളരെ സാധാരണമായൊരു രംഗം പോലെ തോന്നാം, പക്ഷെ ഇതിലെന്താണ് ശരിക്കും ശ്രദ്ധേയം? ആ ഒരു നിമിഷത്തിലെ ആ കുട്ടിയുടെ തീരുമാനമാണല്ലേ? അതെ, കാരണം മത്സരമാണ്, അതിന്റെ ആവേശമുണ്ട്. എന്നാലും സ്വന്തം വിജയം നോക്കാതെ മറ്റൊരാളുടെ വേദന കണ്ടിട്ട് സഹായിക്കാൻ തയ്യാറാവുന്നു. ശരിയാണ്. അതാണ് ആ സ്നേഹസ്പർശം, ആർദ്രമായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. ആ വാക്ക് തന്നെ, സ്നേഹസ്പർശം, ടെൻഡർ ടച്ച്. അതെ, അത് ശരിക്കും ആ പ്രവൃത്തിക്ക് പിന്നിലെ ആ ഒരു മനോഭാവത്തെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മളെ ചിന്തിപ്പിക്കും. എന്തായിരിക്കും ആ കുട്ടിയപ്പോ വിചാരിച്ചത്? ജയിക്കണമെന്നല്ലേ എല്ലാവരും ഓടുന്നത്? തീർച്ചയായും. പക്ഷേ അവിടെ ആ കുട്ടിയുടെ പ്രവൃത്തി ആ മത്സരത്തിലെ വിജയത്തെക്കാളും വലിയൊരു കാര്യമായി മാറുകയാണ്, ഒരു മൂല്യമായി മാറുന്നു. ഈയൊരു ആശയത്തെ മദർ തെരേസയുടെ ഒരു വാചകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കണ്ട വാചകം ഓർമ്മയില്ലേ? സേവനം ചെയ്യാൻ നിങ്ങളുടെ കൈകളും സ്നേഹിക്കാൻ നിങ്ങളുടെ ഹൃദയവും നൽകുക. അതെ, വളരെ ശരിയാണ്. കാരണം ആ വീണുപോയ കുട്ടിയെ സഹായിച്ചത് കൈകൾ കൊണ്ടാണ്. അതൊരു സേവനമാണ്. മിച്ചു വരുന്നു. ശരിയാണ്. സെർവ് ചെയ്യുക എന്നതും ലവ് എന്നതും. അതെ, വെറുതെ ഒരു സഹായം ചെയ്യുക എന്നതിനപ്പുറം സ്നേഹത്തോടെ, ഒരു ആർദ്രതയോടെ ആ ടെൻഡർ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. സമീപിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ പ്രവൃത്തി മാത്രം പോരാ, അതിന് പിന്നിലെ ആ ഒരു ഉദ്ദേശ്യം, ആ ഒരു ഫീലിംഗ്, അതും പ്രധാനമാണ്. തീർച്ചയായും. സഹാനുഭൂതി മനസ്സിലുണ്ടാവുക, എന്നിട്ടത് പ്രവൃത്തിയിലൂടെ കാണിക്കുക. ആ ഒരു ബന്ധമാണ് ഇവിടെ കാണുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ ചോദ്യോത്തരങ്ങളും ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട്. ആ നമ്പർ 101 ഇട്ട കുട്ടിയാണ് വീണ എന്നും, അതെ, മറ്റേ കുട്ടി ഓട്ടം നിർത്തിയാണ് സഹായിച്ചതെന്നും വ്യക്തമായി പറയുന്നുണ്ട്. ഈ ചെറിയ ഡീറ്റെയിൽസ് ആ ഒരു ആശയത്തെ കൂടുതൽ ഒരു റിയൽ ആക്കുന്നുണ്ടല്ലേ? ശരിയാണ്. അതൊരു കഥയാണെങ്കിലും നമുക്കത് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കഥയും ആ മദർ തെരേസയുടെ വാചകവും ഈ ചോദ്യോത്തരങ്ങളും ഒക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ, നമ്മുടെ കേൾവിക്കാരൻ, പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്? എൻ്റെ ഒരു ചിന്തയിൽ ഏറ്റവും പ്രധാനം ഇതാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ ദയോടുകൂടിയ പ്രവൃത്തികൾക്ക് പോലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. എപ്പോഴും ജയിക്കാൻ ഓടുന്നൊരു ലോകത്ത് ചിലപ്പോൾ ഒന്ന് നിന്ന് മറ്റൊരാളെ സഹായിക്കുന്നത്, അതിനൊരു പ്രത്യേക ശക്തിയുണ്ട്, അനുകമ്പയുടെ ശക്തി. വളരെ ശരിയാണ്. വളരെ ലളിതമായി തോന്നാമെങ്കിലും അടിസ്ഥാനപരമായ ഒരു മനുഷ്യമൂല്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത്. അതെ, ലളിതമായ കാര്യങ്ങളിലൂടെ വലിയ ആശയങ്ങൾ പറയുന്നു. ഈ ചർച്ച ഒരുപക്ഷെ ദയയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഒരു പുതിയ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. തീർച്ചയായും. ഈ സഹാനുഭൂതിയൊക്കെ വലിയ കാര്യമാണെങ്കിലും അതിന്റെ തുടക്കം ഇതുപോലുള്ള ചെറിയ പ്രവൃത്തികളിലാണ്. ഇനി ഇതിൽ നിന്നൊരു ചിന്ത നിങ്ങൾക്കും കൊണ്ടുപോകാൻ വേണ്ടി, ഒരു കാര്യം ആലോചിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ അടുത്ത സമയത്ത് ആരെങ്കിലും നിങ്ങളോട് ഒരു അപ്രതീക്ഷിതമായ ദയ കാണിച്ചത് ഓർക്കുന്നുണ്ടോ? വെറുമൊരു സഹായമല്ല, പക്ഷെ ആ ഒരു സ്നേഹസ്പർശം എന്ന് പറയാവുന്ന ഒരു യഥാർത്ഥ കരുതൽ, അത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടൊരു സന്ദർഭം. ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം. അതെ, അതെത്ര ചെറുതാണെങ്കിലും ആ ഒരു പ്രവൃത്തി അന്നത്തെ ദിവസം നിങ്ങളിലുണ്ടാക്കിയ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും. ശരിയാണ്. ആഴത്തിൽ ചിന്തിക്കാൻ പറ്റിയൊരു ചോദ്യം. ഈ ചിന്തകളോടെ ഇന്നത്തെ ഈ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി.